ബ്രോ, ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലെ ശരിക്കുള്ള ഹീറോ ആരായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടൊരു കമന്റ് വന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ വിട്ടുപോയി. അദ്ദേഹമാണെങ്കിൽ അത് ഒരു തവണയെ ചോദിച്ചിട്ടുമുള്ളൂ. എനിവേസ്, ഈ ചോദ്യം നമുക്കൊന്നും പുതിയതല്ല. കാരണം ഒരു 10-11 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. അപ്പൊ 2014 നിവിൻ പോളിയെക്കാളും 2014 ഫഹദ് ഫാസിലിനേക്കാളും എനിക്ക് അന്ന് ദുൽഖർ സൽമാനോടായിരുന്നു അക്കൂട്ടത്തിലൊരു ചായ്വ് കൂടുതൽ. അതോടൊപ്പം അദ്ദേഹം അരങ്ങേറി ആദ്യ 2 വർഷത്തിനുള്ളിൽ ചെയ്ത 4-5 സിനിമകൾ ഹിറ്റാവുകയോ അല്ലെങ്കിൽ കൾട്ട് ഫാൻ ബേസ് നേടിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ചെയ്ത പട്ടം പോലെ, സലാല മൊബൈൽസ്, സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നീ സിനിമകൾ അത്ര ശ്രദ്ധിക്കപ്പെട്ടുമില്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ വൻ ഹിറ്റായതോടുകൂടി എങ്ങനെയെങ്കിലും അതിന്റെ ക്രെഡിറ്റ് ദുൽഖർ സൽമാന് മാത്രമാക്കി കൊടുക്കണം എന്നൊരു അജണ്ട അന്ന് എനിക്കുണ്ടായിരുന്നു. എന്താ അല്ലേ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ. എനിവേസ്, അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഡിസ്കഷനിൽ വന്നപ്പോൾ ഞാൻ വാദിച്ചു ഈ സിനിമയിലെ നായകൻ ദുൽഖർ സൽമാൻ ആണെന്ന്. അപ്പൊ അത് കേട്ടു നിൽക്കുന്ന ഫ്രണ്ട്സ് ഒറ്റയടിക്കത് സമ്മതിച്ചു തരില്ലല്ലോ. സോ അവർ തെളിയിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിവിൻ പോളിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ആ സിനിമയിലെ കോമഡി ട്രാക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. ഇനി ഫഹദ് ഫാസിലിനെ എടുത്താൽ അദ്ദേഹത്തെ കാണിച്ച 90% സീനുകളിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആ റേസിംഗ് പവലിയനിലേക്ക് ആള് സ്ലോ മോഷനിൽ കയറി വരുന്ന രംഗവും പിന്നെ ആ സീറ്റ് ബെൽറ്റഡ് എന്ന് പറയുന്ന രംഗത്തിലും മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. എന്നാൽ ആ സിനിമയിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് സിനിമയിലെ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും കോമഡിയുടെയും മാസിന്റെയും ഒക്കെ നടുക്കായിട്ട് ഇദ്ദേഹമുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടും എന്റെ കൂട്ടുകാരെ സമ്മതിച്ചില്ല. പിന്നൊന്നും നോക്കിയില്ല, ഞാൻ എന്റെ ട്രംപ് കാർഡ് അങ്ങ് ഇറക്കി. ഒരു സിനിമയുടെ ഇന്റർവെൽ ബ്ലോക്കിൽ കാണിക്കുന്നത് ആരുടെ സീനായിരിക്കും? അതാ സിനിമയിലെ നായകന്. ഒരു സിനിമയിലെ ക്ലൈമാക്സ് ബ്ലോക്കിൽ കാണിക്കുന്നത് ആരെയായിരിക്കും? അതാ സിനിമയിലെ നായകന്. അപ്പൊ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഇന്റർവെൽ ബ്ലോക്ക് എന്താണ്? അത് അജു സേറയെ ആദ്യമായി വീൽ ചെയറിൽ കാണുന്ന രംഗം. ബാംഗ്ലൂർ ഡേയ്സിന്റെ ക്ലൈമാക്സ് ബ്ലോക്ക് എന്തായിരുന്നു? അത് അജുവിന്റെ ബൈക്ക് റേസ്. അപ്പൊ ബാംഗ്ലൂർ ഡേയ്സിലെ ഹീറോ ആരാ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഇടത് കൈ കൊണ്ട് വലതു ഭാഗത്തെ മുടിയും ശരിയാക്കി ഞാൻ ഒരൊറ്റ നടത്തം നടന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അവർ അംഗീകരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവരെ ഞാൻ തിരിഞ്ഞു നോക്കുമെന്ന് കരുതി എന്റെ കൂട്ടുകാർ ഇപ്പോഴും ഹെബാൾ ഫ്ലൈ ഓവറിന് താഴെ ഇരിപ്പുണ്ടാവും.